Hi friends, welcome to our channel again. നമ്മൾ ഈ 17025 ക്ലോസസ് അപ് ടു 6.3 ഫെസിലിറ്റീസ് ആൻഡ് എൻവയോൺമെന്റ് കണ്ടീഷൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നെക്സ്റ്റ് 6.4 എക്യുപ്മെന്റ് എന്തോ അതൊരു മെയിൻ റിസോഴ്സ് ആണ്. ഇത് നമ്മുടെ ലാബിൽ യൂസ് ചെയ്യണ എല്ലാ മാസ്റ്റർ എക്യുപ്മെന്റ്സും അതിൻ്റെ അസോസിയേറ്റഡ് സ്റ്റോർസ് എല്ലാം കൂടി ചേർന്നതാണ് ഈ എക്യുപ്മെന്റ്. ഈവൻ നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ വരെ എല്ലാം ഇൻക്ലൂഡഡ് ആണ് ഈ എക്യുപ്മെന്റ് എന്നുള്ള റിസോഴ്സസിൽ. 6.4.1 പറയുന്നത് ദ ലബോറട്ടറി ഷാൾ ഹാവ് ആക്സസ് ടു എക്യുപ്മെന്റ് ഇൻക്ലൂഡിംഗ് ബട്ട് നോട്ട് ലിമിറ്റഡ് ടു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, സോഫ്റ്റ്വെയർസ്, മെഷർമെന്റ് സ്റ്റാൻഡേർഡ്സ്, reference materials, reference data, reagents, consumables or auxiliary apparatus that is required for the correct performance of laboratory activities and that can influence the result. അതായത് നമ്മൾ എന്ത് ടെസ്റ്റോ എന്ത് കാലിബ്രേഷൻ ആണോ ചെയ്യുന്നത് അതിനാവശ്യമുള്ള എല്ലാ മാസ്റ്റർ ടെസ്റ്റേഴ്സും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സോഫ്റ്റ്വെയറും അസോസിയേറ്റ് സ്റ്റോർസും മെഷർമെന്റ് സ്റ്റാൻഡേർഡ്സും മെറ്റീരിയലും റിയേജൻസും എല്ലാം നമ്മുടെ ലാബിൽ അവൈലബിൾ ആയിരിക്കണം. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുറേ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും വേരിയസ് ടൈപ്പ് ഓഫ് ടെസ്റ്റിനോ കാലിബ്രേഷനോ. പക്ഷെ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള അതിനാവശ്യമുള്ള എക്യുപ്മെന്റ്സ് അവൈലബിൾ അല്ലെങ്കിൽ അതൊരു നോൺ കൺഫോമിറ്റി ആവും, ഒരു NC ആവും. അപ്പോൾ നമ്മൾ അത് വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് ആ NC ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് ആവശ്യമുള്ള എല്ലാ എക്യുപ്മെന്റ്സും ലാബിൽ അവൈലബിൾ ആവണം എന്ന് മാത്രമേ ആണ് ഈ സബ് ക്ലോസ് പറയുന്നത്. 6.4.1. 6.4.2 when the laboratory uses equipment outside its permanent control, it shall ensure that the requirements for equipment of this document are met. അതായത് ചില സമയങ്ങളിൽ നമ്മുടെ പെർമനന്റ് ലാബിൽ നിന്ന് വെളിയിലേക്ക് നമ്മുടെ പല എക്യുപ്മെന്റ്സും കൊണ്ടുപോകാം. അതേപോലെ തന്നെ നമ്മൾ വെളിയിലുള്ള ചില എക്യുപ്മെന്റ്സ് യൂസും ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും ഈ ഏത് എക്യുപ്മെന്റ് നമ്മുടെ ഒരു ടെസ്റ്റിനോ കാലിബ്രേഷനോ യൂസ് ചെയ്താലും ആ എക്യുപ്മെന്റ് എല്ലാം നമ്മുടെ 7002 പറയുന്ന ഓരോ റിക്വയർമെന്റ്സും അത് കീപ്പ് ചെയ്യണം, അത് ഫുൾഫിൽ ചെയ്യണം. അതാണ് 6.4.2 പറയുന്നത്. 6.4.3 The laboratory shall have a procedure for handling, transport, storage, use and planned maintenance of equipment in order to ensure proper functioning and to prevent contamination and deterioration. അതായത് ലബോറട്ടറി ഷാൾ ഹാവ് എ പ്രൊസീജിയർ പറഞ്ഞാൽ എന്തായാലും ഒരു പ്രൊസീജിയർ വേണം നമ്മുടെ എക്യുപ്മെന്റ് ഹാൻഡിൽ ചെയ്യാൻ, അത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ, അത് സ്റ്റോർ ചെയ്യാൻ. കാരണം പല എക്യുപ്മെന്റ്സിനും പല ടൈപ്പ് ഓഫ് സ്റ്റോറേജ് ഫെസിലിറ്റി, പല ടൈപ്പ് ഓഫ് എൻവിറോൺമെന്റ് എല്ലാം വേണ്ടി വരും. അതിനെ സ്റ്റോർ ചെയ്യാനും അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനും അത് യൂസ് ചെയ്യാനും എല്ലാം. അപ്പോൾ ഓരോ എക്യുപ്മെന്റും നിങ്ങൾ എന്ത് എക്യുപ്മെന്റാണോ യൂസ് ചെയ്യുന്നത് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ, ട്രാൻസ്പോർട്ട് പ്രൊസീജിയർ, സ്റ്റോറേജ് പ്രൊസീജിയർ. കാരണം ചില എക്യുപ്മെന്റ്സ് നമുക്ക് ഷോക്ക് പ്രൂഫായിട്ട് പാക്ക് ചെയ്യേണ്ടി വരും. ചില എക്യുപ്മെന്റ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, കാരണം അത്ര ഡെലിക്കേറ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടാവും. ചില എക്യുപ്മെന്റ്സ് എല്ലാം നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ആയിട്ട് വെക്കേണ്ടി വരും. ചില കെമിക്കൽസ് ആയിരിക്കാം, റിയേജൻസ് ആയിരിക്കാം, അതെല്ലാം നമ്മൾ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറിൽ കീപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓരോന്നിനും ഓരോ രീതിയിലായിരിക്കും അതിൻ്റെ ഹാൻഡിലിങ്ങും സ്റ്റോറേജും ട്രാൻസ്പോർട്ടേഷനും. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് ഓരോ എക്യുപ്മെന്റിനും ഏത് രീതിയിലാണ് വേണ്ടത് എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ കണ്ടാമിനേഷനോ അതിൻ്റെ ഡിറ്റോറേഷനോ ഡാമേജോ ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ്. അത് നമുക്കേ അറിയുള്ളൂ. അതിൻ്റെ ബെറ്റർ ജഡ്ജ്, യു ആർ ദ ബെറ്റർ ജഡ്ജ് ഓർ ഹൗ ടു ഹാൻഡിൽ യുവർ എക്യുപ്മെന്റ് ഇൻ ദ ലബോറട്ടറി ഓർ ഔട്ട്സൈഡ് ദ ലബോറട്ടറി. ഓക്കെ, അതിന് കറക്റ്റായിട്ട് there should be a procedure for that purpose. 6.4.4 The laboratory shall verify that equipment conforms to specified requirements before being placed or returned into service. അതായത് ലബോറട്ടറി ഷാൾ വെരിഫൈ ദാറ്റ് എക്യുപ്മെന്റ് കറക്റ്റ് ആണെന്ന് അത് വെളിയിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരുമ്പോഴും, അതേപോലെ തന്നെ പുതിയൊരു എക്യുപ്മെന്റ് വാങ്ങിച്ചു കഴിഞ്ഞാലും ആ എക്യുപ്മെന്റ് നമ്മൾ കമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പേ, യൂസ് ചെയ്യുന്നതിന് മുമ്പേ, ആ ലാബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ സ്പെസിഫൈഡ് റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയാണോ നമ്മൾ വാങ്ങിച്ചത് ആ റിക്വയർമെന്റ് ആ എക്യുപ്മെന്റ് കൊണ്ട് ഫുൾഫിൽ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ഉറപ്പിക്കണം. ആ ഉറപ്പിച്ചതിൻ്റെ എന്തെങ്കിലും റെക്കോർഡുകൾ നമ്മൾ ഫയലിൽ സൂക്ഷിക്കണം. അപ്പോൾ ഓഡിറ്റർ വന്നിട്ട് ചെയ്യുമ്പോൾ ചോദിക്കും അഗെയിൻസ്റ്റ് ദിസ് ക്ലോസ് വെദർ യു വെരിഫൈഡ് ദാറ്റ് ദിസ് എക്യുപ്മെന്റ് കൺഫേം ടു ദ സ്പെസിഫിക്കേഷൻസ്. ഓക്കെ, 6.4.5 The equipment used for measurement shall be capable of achieving the measurement accuracy and or measurement uncertainty required to provide a valid result. കാരണം ഈ എക്യുപ്മെന്റ്സ് എല്ലാം, ഈ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ഇപ്പോൾ ഇതിലെ എല്ലാ എക്യുപ്മെന്റ്സും അല്ല, മെഷർമെന്റിന് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ്,
മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് നമ്മുടെ വെയിങ് ബാലൻസ് ആയിരിക്കാം, നമ്മുടെ ടെമ്പറേച്ചർ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കാം, ലീനിയർ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കാം, എന്ത് പാരാമീറ്റർ മെഷർ ചെയ്യാനും എല്ലാ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ യൂസ് ചെയ്യും. നമ്മുടെ ടെസ്റ്റ് പ്രൊസീജിയറിലോ നമ്മുടെ കാലിബ്രേഷൻ പ്രൊസീജിയറിലോ ഒക്കെ നമുക്കതിനെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റും. ഈ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് എല്ലാം നമ്മൾ എന്താണോ മെഷർ ചെയ്യാൻ പോകുന്നത്, ഒരു കറക്റ്റായിട്ടുള്ള റിസൾട്ട് കൊടുക്കാൻ എന്താണോ മെഷർ ചെയ്യാൻ പോകുന്നത് അതിന് അനുസരിച്ചായിരിക്കണം അതിൻ്റെ ആക്യുറസിയും അതിൻ്റെ അൺസർട്ടൈനിറ്റി. അതായത് ടെസ്റ്റ് അൺസർട്ടൈനിറ്റി റേഷ്യോ, ടെസ്റ്റ് ആക്യുറസി റേഷ്യോ എന്നെല്ലാം ഉണ്ട്. അറ്റ്ലീസ്റ്റ് 1/3 ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്ന മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ജ്വല്ലറിയിൽ യൂസ് ചെയ്യുന്ന വെയിങ് ബാലൻസ് അല്ലല്ലോ ഒരു ഗ്രോസറി സ്റ്റോറിൽ യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആക്യുറസി റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടാണ് നമ്മളിത് ഡീൽ ചെയ്യേണ്ടത്, ഇത് യൂസ് ചെയ്യേണ്ടത് ലബോറട്ടറിയിൽ. 6.4.6 മെഷറിംഗ് എക്യുപ്മെൻറ്റ് ഷാൾ ബി കാലിബ്രേറ്റഡ് വെൻ. നമ്മൾ എന്തിനാണ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് കാലിബ്രേഷൻ ചെയ്യുന്നത്? 2 കാര്യത്തിനാണ് നമ്മൾ കാലിബ്രേഷൻ ചെയ്യുന്നത്. ഒന്ന്, ആ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ഒരു പ്രൊലോങ്ഡ് യൂസ് കൊണ്ട് അതിനൊരു വെയർ ആൻഡ് ടയർ ഒക്കെ സംഭവിക്കാം. അപ്പോൾ ആദ്യം കഴിഞ്ഞ വർഷത്തും എറർ ആവില്ല ഈ വർഷം, കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എറർ പാറ്റേൺ മാറാം. അപ്പോൾ ഇതുകൊണ്ട് അതിൻ്റെ ആക്യുറസി സ്റ്റിൽ അത് സ്യൂട്ടബിൾ ആണ് എന്ന് ഉറപ്പിക്കാൻ നമുക്കതൊരു ലാബിൽ കൊടുത്ത് കാലിബ്രേഷൻ ചെയ്തേ ചെയ്യും. അപ്പോൾ അതാണ് ഒരു റീസൺ വൈ വി ഷുഡ് കാലിബ്രേറ്റ് അവർ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. മറ്റേ റീസൺ, calibration of the equipment is required to establish the metrological traceability of the reported results. അതായത് അതിന് ട്രേസബിലിറ്റി വേണം, ഇന്റർനാഷണൽ ട്രേസബിലിറ്റി ലിങ്ക്, അല്ലെങ്കിൽ ഒരു ലിങ്ക് വേണം, ഒരു അൺബ്രോക്കൺ ചെയിൻ ഓഫ് കാലിബ്രേഷൻ അല്ല ഈ ട്രേസബിലിറ്റി. നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രുമെന്റ് പറയുന്ന വാല്യൂ SI യൂണിറ്റിലെ ഡെഫിനിഷനിലേക്ക് എത്തണം. അതാണ് ആ ട്രേസബിലിറ്റി. നമ്മൾ ഏറ്റവും ബെറ്റർ വേ എന്താണ്, നമ്മുടെ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഒരു അക്രേറ്റഡ് ലാബിൽ കൊണ്ട് കാലിബ്രേഷൻ ചെയ്യുക. അവരുടെ മാസ്റ്റർ ടെസ്റ്റർ വേറെ ലാബിൽ, അക്രേറ്റഡ് ലാബിൽ കാലിബ്രേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ആ കാലിബ്രേഷൻ ചെയിൻ BIPMന്റെ SI യൂണിറ്റിലെ ഡെഫിനിഷൻ വരെ എത്തണം. ഓക്കെ. 6.4.7 The laboratory shall establish a calibration program which shall be reviewed and adjusted as necessary in order to maintain confidence in the status of calibration. അതായത് CAB കൺഫോമിറ്റി അസസ്മെന്റ് ബോഡി, അതായത് ലബോറട്ടറി, കാലിബ്രേഷൻ ലബോറട്ടറി ഓർ ടെസ്റ്റിംഗ് ലബോറട്ടറി, ഒരു കാലിബ്രേഷൻ പ്രോഗ്രാം വേണം. അവരുടെ ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ്, ഹൗ മെനി ഇൻസ്ട്രുമെന്റ്സ് ആർ ദർ ഫോർ കാലിബ്രേഷൻ, അതിന്റെ ഡേറ്റ് ഓഫ് കാലിബ്രേഷൻ, അതിന്റെ നെക്സ്റ്റ് കാലിബ്രേഷൻ ഡ്യൂ, കാലിബ്രേഷൻ പീരിയോഡിസിറ്റി, കാലിബ്രേഷൻ ഏജൻസി, നമ്മുടെ അൺസർട്ടനിറ്റി റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ CMC റിക്വയർമെന്റ്, ഇതെല്ലാം കൂടി ചേർത്ത് നിങ്ങളെ ഒരു മാസ്റ്റർ ടെസ്റ്റർ കലണ്ടർ പോലെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം, ഒരു കാലിബ്രേഷൻ പ്രോഗ്രാം ഉണ്ടായിരിക്കണം. അത് മസ്റ്റാണ്. അപ്പോൾ ഒരു ഓഡിറ്റർ വരുമ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കും വെർ ഈസ് യുവർ ഷോ യുവർ കാലിബ്രേഷൻ പ്രോഗ്രാം എന്ന്. ഓക്കെ. 6.4.8 All equipment requiring calibration or which has defined the period of validity shall be labeled. അതായത് ഈ ഇൻസ്ട്രുമെന്റ്സ് കാലിബ്രേഷൻ ചെയ്തു കഴിഞ്ഞാൽ ആ കാലിബ്രേഷൻ ലാബ് അതിനൊരു സ്റ്റിക്കർ ഒട്ടിക്കും. അത് ഇതേപോലുള്ള സ്റ്റിക്കർ, ഇതാണ് കാലിബ്രേഷൻ സ്റ്റിക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ ഡേറ്റ് ഓഫ് കാലിബ്രേഷൻ ഉണ്ടാവും, നെക്സ്റ്റ് കാലിബ്രേഷൻ ഡ്യൂ ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇത് ബൈ മിസ്റ്റേക്ക് ആരെങ്കിലും യൂസ് ചെയ്യരുത്. കാലിബ്രേഷൻ ഡ്യൂ ആണെങ്കിൽ പിന്നെ അത് യൂസ് ചെയ്യരുത്, അപ്പോൾ തന്നെ ഉടനെ തന്നെ അത് കാലിബ്രേഷൻ അയക്കണം. അത് അറിയാൻ വേണ്ടിയാണ്, ബൈ മിസ്റ്റേക്ക് അത് യൂസ് ചെയ്യാതിരിക്കാനാണ് ഇത്തരം ഒരു ലാബിൽ ചെയ്യണമെന്ന് സ്റ്റാൻഡേർഡ് പറയുന്നത്. ലാബിൽഡ്, കോഡഡ് ഓർ അതർവൈസ് ഐഡന്റിഫൈഡ് ടു അലോ ദ യൂസർ ഓഫ് ദ എക്യുപ്മെന്റ് ടു റെഡിലി ഐഡന്റിഫൈ ദ സ്റ്റാറ്റസ് ഓഫ് ദ കാലിബ്രേഷൻ ഓർ പീരിയഡ് ഓഫ് വാലിഡിറ്റി. ഓക്കെ. 6.4.9 Equipment that has been subjected to overloading or mishandling gives questionable results or has been shown to be defective or outside specified requirements shall be taken out of service. അതായത് ഏതെങ്കിലും ഒരു എക്യുപ്മെന്റ് അറിഞ്ഞോ അറിയാതെ അതിനൊരു മാൾ ഫങ്ഷൻ സംഭവിച്ചു, അതായത് ഒരു ഓവർലോഡിങ് കൊടുത്തു അല്ലെങ്കിൽ അതൊന്ന് ഡ്രോപ്പായി, അങ്ങനെ വരികയാണെങ്കിൽ അതിൽ റിസൾട്ട് അത് പിന്നെ ഇനി കാണിക്കുന്ന റീഡിങ്സിലെല്ലാം ഒരു ക്വസ്റ്റ്യനബിൾ ആയിരിക്കും. അതായത് ഉറപ്പ് പറയാൻ പറ്റാത്ത തെറ്റായ റീഡിങ് തരാം അത്. അപ്പോൾ അങ്ങനെ വല്ലതും ഒരു എക്യുപ്മെന്റ് നിങ്ങൾ ലാബിൽ ഉണ്ടെങ്കിൽ അത് ആ പൊസിഷൻ, ആ സ്ഥലത്ത് നിന്ന് അത് മാറ്റി വെക്കണം. അല്ലെങ്കിൽ അതിലൊരു സ്റ്റിക്കർ ഒട്ടിക്കണം, നോട്ട് ടു ബി യൂസ്ഡ് എന്നോ അണ്ടർ സർവീസ്, അണ്ടർ റിപ്പയർ എന്നെല്ലാം പറഞ്ഞിട്ട് ഒട്ടിച്ചു വെക്കണം. അല്ലെങ്കിൽ ബൈ മിസ്റ്റേക്ക് ആരെങ്കിലും അത് യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യും, ആ വാല്യൂ വെച്ചിട്ട് കാൽക്കുലേഷൻ ചെയ്യും. അപ്പോൾ റോങ് റിപ്പോർട്ട് നമ്മൾ കസ്റ്റമർ കൊടുക്കും, അതൊരു നോൺ കൺഫോമിറ്റി ആയി മാറും. ഓക്കെ. It shall be isolated to prevent its use or clearly labeled or marked as being out of service until it has been verified to perform correctly.
The laboratory shall examine the effect of the defect or deviation from specified requirements and shall initiate the management of non-conforming work procedure. ഇങ്ങനെ അറിയാതെ നിങ്ങളത് യൂസ് ചെയ്ത് പോയാൽ അല്ലെങ്കിലും യൂസ് ചെയ്തില്ലെങ്കിലും അത് കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ അതൊരു നോൺ കൺഫോമിംഗ് വർക്ക് സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നോൺ കൺഫോമിംഗ് വർക്ക് പ്രൊസീജിയർ അതിനെന്താണോ ചെയ്യേണ്ടത് 7.8 ക്ലോസ് 7.10 ക്ലോസിൽ വരാൻ പോകുന്നുണ്ട്. അതിനനുസരിച്ച് നിങ്ങളത് ഡീൽ ചെയ്യും. Okay. 7.4.10 When intermediate checks are necessary to maintain confidence in the performance of the equipment, these checks shall be carried out according to a procedure. പല എക്യുപ്മെന്റ്സിനും ഇന്റർമീഡിയറ്റ് ചെക്ക് ഒരു ആവശ്യമായിരിക്കും. അതായത് ഇന്റർമീഡിയറ്റ് ചെക്ക് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ചെക്കാണ്, ഇൻ ബിറ്റ്വീൻ്റെ കാലിബ്രേഷൻസ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കാലിബ്രേഷനിൽ ഒരു ഇൻസ്ട്രുമെന്റ് കാലിബ്രേഷൻ എന്ത് ചെയ്തു, അതിന് ഒരു 1 year ആണ് കാലിബ്രേഷൻ പീരിയഡിസിറ്റി. ഇനി അത് ചെക്ക് ചെയ്യാൻ പോകുന്നത്, അതിന്റെ ആക്യുറസി ചെക്ക് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ഇയർ ആണ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ അതിന്റെ ആക്യുറസിക്ക് എന്തെങ്കിലും ത്രെട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അറിയാൻ പറ്റും? അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് പറയുന്നത് ഇൻ ബിറ്റ്വീൻ നിങ്ങളുടെ അതിന്റെ റിസ്ക് ലെവൽ വെച്ചിട്ട്, ആ ഇൻസ്ട്രുമെന്റിന്റെ ഇമ്പോർട്ടൻസ് വെച്ചിട്ട് ഇൻ ബിറ്റ്വീൻ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും അതൊന്ന് ചെക്ക് ചെയ്യണം, അതിന്റെ ഒരു ആക്യുറസിക്ക് ത്രെട്ടൊന്നും വന്നില്ല എന്നുള്ളത്. നിങ്ങളുടെ വെരി സൂട്ടബിൾ പ്രൊസീജിയർ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അതെന്താണോ നിങ്ങൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾ എഴുതി വെക്കുമ്പോൾ അത് നിങ്ങളുടെ പ്രൊസീജിയറായിട്ട്, നിങ്ങളുടെ ഒരു ഇന്റർമീഡിയറ്റ് ചെക്ക് പ്രൊസീജിയറായിട്ട് നിങ്ങളുടെ QSP-യിൽ ഉണ്ടാവണം. നിങ്ങളുടെ മാനേജ്മെന്റ് സിസ്റ്റം പ്രൊസീജിയർ അത് ഉണ്ടായിരിക്കണം. 6.4.11 When calibration and reference material data include reference values or correction factors, the laboratory shall ensure the reference values and correction factors are updated and implemented as appropriate to meet specified requirements. ചിലപ്പോൾ പല ആഫ്റ്റർ കാലിബ്രേഷൻ നിങ്ങളുടെ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് കാലിബ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാം 0 എറർ ഒന്നും ആവില്ല. എന്തെങ്കിലും എററൊക്കെ അതിലുണ്ടായിരിക്കും, പ്ലസ് എറർ മൈനസ് എററൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ കറക്ഷൻ ഡാറ്റകളെല്ലാം നിങ്ങളുടെ സോഫ്റ്റ്വെയർ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ആ സോഫ്റ്റ്വെയർ നിങ്ങൾ അപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ട് പോകണം. അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ പ്രാവശ്യത്തെ എറർ ആവില്ല, കഴിഞ്ഞ വർഷം കാലിബ്രേഷൻ ചെയ്ത റിപ്പോർട്ടിലെ എറർ ആയിരിക്കാം അതിലിപ്പോൾ ഫീഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അത് തന്നെ കാൽക്കുലേഷനിൽ വന്നു പോകും. അപ്പോൾ ഇതെല്ലാം ടൈം ടു ടൈം നിങ്ങളുടെ എല്ലാ സോഫ്റ്റ്വെയറുകളും നിങ്ങളുടെ മാനുവലി ചെയ്യുകയാണെങ്കിൽ ആ ഡാറ്റ ബുക്കും എല്ലാം അപ്ഡേറ്റ് ചെയ്തിരിക്കണം. The laboratory shall take practical measures to prevent unintended adjustment of equipment from invalidating result. അതായത് ചില കറക്ഷൻ ചെയ്യാൻ, ചില എറർ കറക്ഷൻ ചെയ്യാൻ പല മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിലും ഒരു പ്രൊവിഷൻ, എന്തെങ്കിലും ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ടാവുന്നു മാനുഫാക്ചർ. ചിലപ്പോൾ ചെറിയൊരു സ്ക്രൂ ആയിരിക്കാം, അത് തിരിച്ചിട്ട് നമുക്ക് ഈ പോയിന്റിനെ 0 ചെയ്യാം. അല്ലെങ്കിൽ ഒരു പാസ്വേഡ് കൊടുത്തിട്ടുണ്ടായിരിക്കാം ഡിജിറ്റലാണെങ്കിൽ, ആ പാസ്വേഡിലെ ഉള്ളിൽ പോയിട്ട് കാലിബ്രേഷൻ മോഡിൽ വന്ന് ആ കാലിബ്രേഷൻ എറർ നമുക്ക് നള്ളിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് പ്രിവെന്റ് ചെയ്യണം, ഒരു അൺഇൻറ്റൻഡഡ് അഡ്ജസ്റ്റ്മെന്റ് സംഭവിക്കാതിരിക്കാൻ. അതായത് ഒരു സ്ക്രൂ ആണെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു സ്റ്റിക്കർ ഒട്ടിക്കുക, അല്ലെങ്കിൽ ഒരു ഫ്ലാപ്പ് വെക്കുക ഒക്കെ ചെയ്യും, അല്ലെങ്കിൽ ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് എഴുതി വെക്കുകയും ചെയ്യും. അപ്പോൾ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ ആ പാസ്വേഡ് ഓതറൈസ്ഡ് ആൾക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത്തരം ചില പ്രാക്ടിക്കൽ മെഷേഴ്സ് വി ഹാവ് ടു ടേക്ക്. ഓക്കെ. 6.4.13 Record shall be retained for equipment which can influence laboratory activities. The records shall include the following where applicable. അതായത് നമ്മൾ കുറേ ഈ എക്യുപ്മെന്റ്സിന്റെ എല്ലാ എക്യുപ്മെന്റ്സിന്റെയും ഡീറ്റെയിൽസ്, അതിന്റെ ഒരു റെക്കോർഡ് നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ എക്യുപ്മെന്റ് ഹിസ്റ്ററി കാർഡ് എന്ന് പറഞ്ഞിട്ട് പല ലാബുകളും ഇതിന് സൂക്ഷിക്കാറുണ്ട്. ആ എക്യുപ്മെന്റ് എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ കയ്യിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ആ എന്തെല്ലാം ഡീറ്റെയിൽസ് ആണ് വേണ്ടത് എന്നാണ് ABCD ബുള്ളറ്റ്സിൽ പറഞ്ഞിരിക്കുന്നത്. ദി ഐഡന്റിറ്റി ഓഫ് എക്യുപ്മെന്റ് ഇൻക്ലൂഡിങ് സോഫ്റ്റ്വെയർ ആൻഡ് ഫേംവെയർ വെർഷൻ. ആ എക്യുപ്മെന്റ് ഐഡന്റിഫിക്കേഷൻ നമ്പർ, അതിന്റെ പേര്, ആ ഡീറ്റെയിൽ, അതിന്റെ സോഫ്റ്റ്വെയർ, ആ സോഫ്റ്റ്വെയർ വെർഷൻ, അതെന്തായാലും നമ്മുടെ റെക്കോർഡിൽ വേണം. ദ മാനുഫാക്ചേഴ്സ് നെയിം, ടൈപ്പ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് സീരിയൽ നമ്പർ ഓർ അതർ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ. മാനുഫാക്ചേഴ്സിന്റെ നെയിം, അതായത് ബ്രാൻഡ് നെയിം, അതിന്റെ മോഡൽ നമ്പർ, സീരിയൽ നമ്പർ, ഇതെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. എവിഡൻസ് ഓഫ് വെരിഫിക്കേഷൻ ദാറ്റ് എക്യുപ്മെന്റ് കൺഫോംസ് ടു സ്പെസിഫൈഡ് റിക്വയർമെന്റ്. ഈ കാലിബ്രേഷൻ ചെയ്തിട്ടും അല്ലെങ്കിൽ പുതിയതായി വാങ്ങി ലാബിൽ കൊണ്ടുവന്നാലും ഇത് നമ്മുടെ സ്പെസിഫൈഡ് റിക്വയർമെന്റ്സിന് അനുസരിച്ചിട്ടാണ് ഇതിന്റെ ഓപ്പറേഷൻ എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു വെരിഫിക്കേഷൻ ആ ഫോമിൽ വേണം. ദ കറണ്ട് ലൊക്കേഷൻ, അത് ഒരുപക്ഷെ ഈ എക്യുപ്മെന്റ് മൊബൈൽ വാനിൽ പോകാം, വേറൊരു സൈറ്റിലേക്ക് പോകാം, കസ്റ്റമർ പ്ലേസിൽ പോകാം, ഈ ലാബിന്റെ തന്നെ വേറെ ബ്രാഞ്ചിൽ പോകാം. പക്ഷേ ഈ ഡോക്യുമെന്റ്സും റെക്കോർഡ്സും എല്ലാം നമ്മുടെ മെയിൻ ഓഫീസിൽ ഇരിക്കുന്നുണ്ടാവും.
ഈ ഹിസ്റ്ററി കാർഡിൽ അതിൻ്റെ കറണ്ട് ലൊക്കേഷൻ എപ്പോഴും അറിഞ്ഞിരിക്കണം. ആ ഡോക്യുമെൻ്റ് എടുത്ത് നോക്കി, ആ റെക്കോർഡ് എടുത്ത് നോക്കി അറിയണം ഈ പർട്ടിക്കുലർ ഇൻസ്ട്രുമെൻ്റ് ഇപ്പോൾ എവിടെയാണ് ഇരിക്കണം എന്നുള്ളത്, ഏത് ബ്രാഞ്ചിലാണ് അല്ലെങ്കിൽ ഏത് പ്ലാന്റിലാണ്, ഏത് കസ്റ്റമർ പ്ലേസിലാണെന്ന് അറിഞ്ഞിരിക്കണം. calibration date, result of calibrations, adjustments, acceptance criteria and the due date of next calibration or the calibration interval. ഈ ഡീറ്റെയിലും കൃത്യമായിട്ട് ആ ഹിസ്റ്ററി കാർഡിൽ വേണം. അതായത് ഡേറ്റ് ഓഫ് കാലിബ്രേഷൻ, കാലിബ്രേഷൻ ഇന്റർവൽ, നെക്സ്റ്റ് കാലിബ്രേഷൻ ഡ്യൂ, അതിനെന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടോ, അതിന്റെ അക്സെപ്റ്റൻസ് ക്രിറ്റീരിയ എത്രയാണ്. അക്സെപ്റ്റൻസ് ക്രിറ്റീരിയ എന്ന് പറഞ്ഞാൽ എത്ര എറർ വരെ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് അക്സെപ്റ്റൻസ് ക്രിറ്റീരിയ. ആൻഡ് ദ ഡ്യൂ ഡേറ്റ് ഫോർ നെക്സ്റ്റ് കാലിബ്രേഷൻ ഡ്യൂ എപ്പോഴാണ്, ഇതെല്ലാം ആ ഹിസ്റ്ററി കാർഡിൽ അവൈലബിൾ ആയിരിക്കണം. ഡോക്യുമെന്റേഷൻ ഓഫ് റെഫറൻസ് മെറ്റീരിയൽ, റിസൾട്ട്സ്, അക്സെപ്റ്റൻസ് ക്രിറ്റീരിയ, റെലവൻറ്റ് ഡേറ്റ്സ് ആൻഡ് പീരിയഡ് ഓഫ് വാലിഡിറ്റി. അത് റെഫറൻസ് CRMs, സർട്ടിഫൈഡ് റെഫറൻസ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നവരുണ്ടാവും. ഇൻസ്റ്റെഡ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഗേജസ് വി ക്യാൻ യൂസ് CRMs also. ചിലപ്പോൾ ബഫർ സൊല്യൂഷൻ ആയിരിക്കാം, ബഫർ ക്യാപ്സ്യൂൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ കാർഡ്നസ് ബ്ലോക്ക് പോലെയുള്ളതായിരിക്കാം. ഇതെല്ലാം റെഫറൻസ് മെറ്റീരിയൽസ് ആണ്. ഇതിനെല്ലാം ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും ഇതേപോലെ തന്നെ നമ്മൾ സൂക്ഷിക്കണം, ഈ എക്യുപ്മെന്റ് ഹിസ്റ്ററി കാർഡിൽ സൂക്ഷിക്കണം. The maintenance plan, the maintenance carried out to date were relevant to the performance the equipment. അതായത് മെയിൻ്റനൻസ് പ്ലാൻ, അതിൻ്റെ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് പ്ലാൻ. പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സർവീസിങ് പ്ലാൻ നമ്മുടെ ഓരോ എക്യുപ്മെൻസിനും ഉണ്ടാക്കിയിരിക്കണം. ആ സർവീസിങ് പ്ലാൻ, അതായത് അതിൽ എന്തെങ്കിലും കേട് വന്നാൽ, എന്തെങ്കിലും മാൾ ഫങ്ഷൻ സംഭവിച്ച ചെയ്യുന്ന റിപ്പയർ ആണ്. ഒരു പ്രശ്നമില്ലെങ്കിലും അത് കേടുവരാതിരിക്കാൻ, അത് ഇനി ഫ്യൂച്ചറിൽ അതിന് ഒരു ഡിഫക്റ്റ് വരാതിരിക്കാൻ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് മുന്നേ തന്നെ ചെയ്യുന്ന മെയിൻ്റനൻസ് ആണ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ്. നമ്മൾ 2 വീലേഴ്സും 4 വീലേഴ്സും ഒക്കെ സർവീസും ചെയ്യുന്ന പോലെ. അതുപോലെ നമ്മുടെ മാസ്റ്റർ എക്യുപ്മെൻസിനും നമ്മുടെ എല്ലാ എക്യുപ്മെൻസിനും ഒരു സർവീസിങ് പ്ലാൻ വേണം. പിന്നെ ആ പ്ലാൻ അനുസരിച്ചിട്ട് നമ്മളിത് ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ റെക്കോർഡും വേണം. ഒരു സർവീസിങ് രജിസ്റ്ററോ അതുപോലെയുള്ള എന്തെങ്കിലും ഒന്ന് മസ്റ്റാണ്. ഡീറ്റെയിൽസ് ഓഫ് എനി ഡാമേജ്, മാൾ ഫങ്ഷൻ, മോഡിഫിക്കേഷൻ ഓർ റിപ്പയർ ഓഫ് എക്യുപ്മെൻറ്റ്. എക്യുപ്മെൻറ്റിന് ഏതെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്തോ, എന്തെങ്കിലും മാൾ ഫങ്ഷൻ സംഭവിച്ചിട്ട് അത് റിപ്പയർ ചെയ്തോ, ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ റെക്കോർഡായിട്ട് നമ്മൾ സൂക്ഷിക്കണം. ഇതെല്ലാം ഫയലിൽ ആവശ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് 6.5 മെട്രോളജി ട്രേസബിലിറ്റി നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ പറയാം. ISO 17025 ട്രെയിനിങ് ഞങ്ങളിവിടെ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട് ഐസോടെക് മെട്രോളജി സൊല്യൂഷനിൽ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാൻ ഓൺലൈൻ, അത് അക്കോർഡിംഗ് ടു യുവർ കൺവീനിയൻറ്റ് ടൈം, അതായത് മ്യൂച്വലി കൺവീനിയൻറ്റ് ടൈമിലാണ് ഞങ്ങൾ ഈ ട്രെയിനിങ് ചെയ്യുന്നത്. കുറേ ട്രെയിനീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ 1-to-1 ട്രെയിനിങ് ആണ്. നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് ISO 17025 എവറി ക്ലോസസ് അത് മലയാളത്തിലും ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ തമിഴിലോ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളെടുത്ത് മനസ്സിലാക്കി തരുന്നുണ്ട് ഞങ്ങൾ. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാൻ നമ്പർ ഇതിൽ കൊടുക്കാം, ഈ മൊബൈൽ നമ്പർ എന്നെ കോൺടാക്റ്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്.